ഹായ് കൂട്ടുകാരെ, ഹലോ, എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ ഞാനിന്ന് ഒരു ചിക്കൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും ചിക്കൻ കറി, ചിക്കൻ ഇത് എന്ന് വേണ്ട, ചിക്കൻ ബിരിയാണി. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ ഇതുണ്ടാക്കാൻ പോവാണ്. ചില്ലി ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം എടുക്കണം എന്ന് വെച്ചാൽ, അല്പം പേസ്റ്റ് ഇടാം. ജിഞ്ചർ പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, അല്പം ചില്ലി സോസ്, അല്പം ഈ ബ്ലാക്ക് കളറിലെ സോസ്, ഇതിൻ്റെ കൂടെ ഇടുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് പരട്ടി മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് ഉപ്പ്, അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കൈ വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് വെക്കാം. വൈകുന്നേരം ചപ്പാത്തിക്ക് ചില്ലി ചിക്കൻ മതി, ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് ചില്ലി ചിക്കനാകാം. എപ്പോഴും ഓരോ വെറൈറ്റി ഉണ്ടാക്കി പഠിച്ച് നോക്കാം. ചില്ലി ചിക്കന് എന്തോ ഉണ്ടാക്കുവാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ചില്ലി ചിക്കന്. അങ്ങനെ വെറൈറ്റി ഓരോന്നും ഉണ്ടാക്കുന്നത്. ഞാൻ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല, സാവധാനം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഒട്ടും വെള്ളം ചിക്കനിൽ ഒട്ടും വെള്ളം ആവല്ലേ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് റെഡിയായിട്ട്, ഇപ്പോൾ കോൺഫ്ലവറും ഇട്ട് നമുക്ക് റെഡിയാക്കി വെച്ചു. നമുക്ക് ഇനി വേണ്ട സാധനം 3 ഉള്ളി, 2.5 ഉള്ളി. അപ്പോൾ ഓരോന്നും നല്ല പീസായിട്ട് ഇങ്ങനെ എതള് പോലെ. അത് ഇതിൻ്റെ പ്രത്യേകത, ഇതിങ്ങനെ ഉള്ളി അരിയുന്നതാണ്. അപ്പോൾ എതള് പോലെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓരോന്നും. അപ്പോൾ അതിന് വേണ്ട ക്യാപ്സിക്കം, 3-4 പച്ചമുളക്, റെഡ് കളറായി. റെഡ് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് മുളക് എടുത്ത് വെച്ചിരിക്കാം. അതിന് വേണ്ട വെളുത്തുള്ളി, പിന്നെ അതിന് വേണ്ട ഇഞ്ചി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ടത് റെഡ് ചില്ലി സോസ്, പിന്നെ ബ്ലാക്ക് സോസ്, ഈ സോസും വേണം. അപ്പം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് കോൺഫ്ലവർ നമ്മൾ കലക്കി വെക്കും. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വേറെ ഒരു മസാലയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ്സ് ഇതിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കണം, എന്നാലേ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അല്പം കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അത് മറന്നു പോയതാണ്, സോറി. അതാ ഞാൻ എരിവിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ്. കുരുമുളക് പൊടി അതും ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ എരിവ് ഇതൊക്കെയാണ്. നല്ല ഒരു കുരുമുളക് പൊടി. അപ്പം അതും കൂടെ ഞാൻ ചെയ്ത് വെച്ചേക്കാം. എരിവിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ കുരുമുളകിൻ്റെ, ചില്ലി മുളക് പൊടിയോ ഒന്നും ഇടത്തില്ല, റെഡ് ചില്ലി ഒന്നും ഇടത്തില്ല. അതിനാണ് റെഡ് ചില്ലി സോസ്, അത് മേടിച്ച് വെക്കണം. പിന്നെ അല്ലാതെ സോസും ഉണ്ട്, അത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇടത്തുള്ളൂ. ഇതിന് വേണ്ടത് പിന്നെ ഈ ഉള്ളിത്തണ്ടുണ്ട്, അത് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ഇടും. ഉള്ളിത്തണ്ട്, അതിന് പകരം ഞാൻ ഇച്ചിരി മല്ലിയില ഇടുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ ചെയ്യുവാണ്. അപ്പം ഇതിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഒന്നുകൂടെ പറയാം. നമുക്കിതിന് വേണ്ട ഉള്ളി, 2 ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, റെഡ് ക്യാപ്സിക്കം ഇല്ലാത്തതിന് ഞാൻ റെഡിൻ്റെ മുളകാണ് ഇട്ട്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, ഇഞ്ചി അരിഞ്ഞും വേണമെങ്കിൽ ഇടാം, അത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വെളുത്തുള്ളി അരിഞ്ഞത്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ സാധനങ്ങൾ. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ചില്ലി സോസ്, എരിവുള്ള സോസ്, ഇതും ഇതിൻ്റെ കൂടെ വേണ്ടിയതാണ്. അപ്പോൾ ഇത് സോയാ സോസാണ്. ഇത്
ഇത് സോയാ സോസാണ്. സോയാ സോസ് ഒഴിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ സോസ് മധുരമുള്ള, അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത്. അപ്പോൾ ഇത്രേ സാധനമുള്ളൂ. പിന്നെ അല്പം കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഇത് കോൺഫ്ലവർ നമ്മൾ ഒരു ബൗളിനകത്ത് കലക്കി വെക്കുക. അത് ഞാൻ കാണിക്കാമേ. ഓക്കെ, നമുക്കൊരു 3 സ്പൂൺ, നമ്മുടെ ടീസ്പൂണിന് ടേബിൾ സ്പൂണിന് കണക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലൊരു സാധാരണ ഒരു സ്പൂണിന് ഒരു 3 സ്പൂൺ ഇതൊന്ന് കലക്കി വെച്ചാൽ മതി. വേറെ ഒന്നും, അത്രയും മതി. ഒരുപാട് നമ്മൾ ചേർക്കത്തില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റായി. അപ്പം നമുക്ക് ഒരു ശകലം വിനാഗിരിയും കൂടെ ചേർക്കാം. നാരങ്ങാനീരും വിനാഗിരിയും കൂടെ ചേർക്കണം. കുറച്ച് മതി വിനാഗിരി. അപ്പം അത് ചേർത്ത്, നാരങ്ങാനീര് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും ചേർത്ത് കുറച്ചൊന്ന്, ഇനി ഒരു 5 മിനിറ്റ് മതി. ഇതൊന്ന് ഫ്രൈ ചെയ്ത് നമ്മളെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ബോൺലെസ് ഇല്ലാത്തതാണ്. ബോണുള്ളതും നമുക്ക് ചെയ്യാം, ബോൺലെസ് ഇല്ലാത്തതും ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് എല്ലില്ലാത്തതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്ത് ഒരു മുട്ട എടുക്കാറുണ്ട്. നമ്മൾ നേരത്തെ മുട്ട വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് ഒരുപാട് അങ്ങ് സോഫ്റ്റ് എന്ന് വെച്ചാൽ വല്ലാതായി തീരും. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഞാൻ എടുക്കാറായപ്പോൾ വറക്കാൻ പോകാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടി സമയത്താണ് ഞാൻ ഈ മുട്ട ചേർക്കുന്നത്. ഒരു മുട്ട ചേർത്താൽ മതിയേ, ഒരു മുട്ട ചേർത്താൽ മതി. ഇത് അധികം പിടിക്കണമെന്നില്ല. മുട്ട ഓൾറെഡി ഇതിനകത്ത് ഇതായിക്കോളും. എല്ലാവരും നേരത്തെയാണ് ഒന്നിച്ചാണ് ചേർക്കുന്നത്. ഞാൻ കാരണം വിനാഗിരിയും ഒഴിക്കുമ്പോൾ, കാരണം ഇത് പെട്ടെന്ന് വേവും എന്ന് വെച്ചാൽ അങ്ങ് വല്ലാതായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടയും വിനാഗിരിയും എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് മുമ്പേ ചെയ്യത്തുള്ളേ. അപ്പം ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇവിടെ ഇരിക്കും, ഇതിനകത്തിരിക്കും, മാഗ്നേറ്റ് ഇരിക്കും. 5 മിനിറ്റ് മതി. ഒരുപാട് നേരം മുട്ട വെച്ച് ഇതാക്കല്ലേ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇത്രയും കാര്യമാണ് ഒരു ചില്ലി ചിക്കന് വേണ്ട സാധനങ്ങൾ. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് നമുക്ക് ഏകദേശം സമയം ഒരു 20 മിനിറ്റോ അരമണിക്കൂറോളം ആകുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് എണ്ണ ഒഴിക്കാം. ഇത് വറക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മതി, ഒരുപാട് എണ്ണ ഒഴിക്കണ്ട. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്തത് അറിയാമല്ലോ. കോൺഫ്ലവർ, മുട്ട, ഒരു സ്പൂൺ വിനാഗിരി, ഒരു സ്പൂൺ സോയാ സോസ്, ഒരു സ്പൂൺ ചില്ലി സോസ്, ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, അത്രയും മതി. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. മറ്റേ ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ ഓരോന്നും വറക്കാനിടാം. ഷാലോ ഫ്രൈ മതി, ഡീപ്പ് ഫ്രൈ വേണ്ട. ഒരുപാട് ഇതായിട്ട് മൂത്തിട്ടല്ല നമ്മൾ ചെയ്യുന്ന, പകുതി വറുത്താൽ മതി. ബാക്കി ഇതിനകത്ത് കിടന്ന് ചെയ്യും. നമ്മളല്ലാതെ ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യാം. എല്ലാം ബോൺലെസ് ഇല്ലാത്തതാണ്. ബോൺലെസ് ഉള്ളതും വെച്ച് നമുക്ക് ചെയ്യാം, അങ്ങനെയും ചെയ്തെടുക്കാം. അതായത് ചിലർക്ക് എല്ല് വെച്ച് കഴിച്ച് ഇതാകണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇത് ഞാൻ മാംസത്തിൻ്റെ അത് മാത്രം നോക്കിയെടുത്ത് ഞാൻ ചെയ്യുന്ന. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പം നമ്മൾ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, അല്ലാതെ ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ഫ്രൈ ആവട്ടെ. എന്തുകൊണ്ടാണ് പോവാത്തത്? ഹലോ, ഇത് ഞാൻ അപ്പോൾ ഷാലോ ഫ്രൈ പോലെ വറുത്തു.
ഇനി ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇത്രയും മൂക്കാവും. നമ്മൾ ഒത്തിരി വറുത്ത് പോരില്ല. അടുത്തത് ഇടാവേ. അടുത്തിടാം. ഷാലോ ഫ്രൈ. എന്താ കുട്ടികളെ, നോക്കുവാണോ വന്ന്? ഓ, അപ്പോൾ ഇത് മൊത്തം ഒന്ന് എനിക്ക് നോക്കട്ടെ. അപ്പോൾ ഇത് വേണ്ട, അടുത്ത ഫ്രൈ ആണ്. അപ്പോൾ അടുത്ത ഫ്രൈ ഇത് റെഡി ആവട്ടെ. നമുക്ക് ഇത് വൈകുന്നേരം ചപ്പാത്തി മതിയെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ചപ്പാത്തിക്കുള്ള മാവാണിത്. ഇത് നമ്മൾ ഒന്ന് കുഴച്ച് വെക്കുക. വേറൊന്നുമില്ല, കുഴയ്ക്കുന്ന ഒരു ഇതേ ഉള്ളൂ. നല്ലപോലെ കുഴച്ച് റെഡിയാക്കി വെക്കാം. അപ്പം നമുക്കത് കുഴയ്ക്കുന്ന രീതിയേ ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത ഇത് റെഡിയായി. അടുത്ത ഷാലോ ഫ്രൈയും ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് മൊരിക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്കങ്ങ് കോരാം. അപ്പോൾ ഇതും റെഡിയായ നമുക്ക് അടുത്തത് ചെയ്യാമേ. അപ്പം നമ്മുടെ ആട്ട റെഡിയായി. ചപ്പാത്തിക്കുള്ള ആട്ട റെഡിയായി. ഇനി നമുക്കിത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാം. ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇത് തുണി ഇവിടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഏത് കാര്യത്തിനും, ഇപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഇത് അലക്കുലത്ത് തുണിയൊന്നുമല്ല. അപ്പം ഇത് വെള്ളം വീണപ്പോൾ ഇതിനകത്തൊന്നും തുടച്ചെന്നേ ഉള്ളു, എല്ലാം ക്ലീനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ അധികം വേണ്ട. നമുക്കാദ്യം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാവും. കാരണം അധികം വേവാനൊന്നുമില്ല. ഉള്ളിയൊക്കെ ഞാൻ അതുപോലെ ആക്കിയതായി. വീണ്ടും ഞാൻ കുട്ടികളോട് പറഞ്ഞത് ഒന്നാക്കിത്തന്നെ, എനിക്ക് നേരെ കിട്ടണ്ടേ. അപ്പം ആ എണ്ണ ചൂടാകുമ്പോഴത്തേനും നമ്മളിത് ഓരോന്നോരോന്ന് ചെയ്ത് വെക്കാം. കുഴപ്പമൊന്നുമില്ല, റെഡിയാണ്. ഇത് നമുക്ക് ആർക്കും കൊടുക്കാനില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാനാ. എങ്കിലും നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നത് അത്രയും നല്ലത്. അപ്പം നമ്മുടെ എണ്ണ ചൂടായി. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഗാർലിക് പേസ്റ്റ്, ഇത് അരിഞ്ഞിടണം, പേസ്റ്റ് അല്ല. ഇത് അരിഞ്ഞതല്ലേ. അപ്പം നമ്മൾ അടുത്തത് ജിഞ്ചർ പേസ്റ്റ് അല്ല, ജിഞ്ചർ കൊത്തി അരിഞ്ഞത്.
കൊത്തി അരിഞ്ഞത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇതാക്കാം. നമുക്കൊന്ന് എപ്പോഴും എല്ലാവരും പറയും, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴും ഇതെന്ന് പറയുന്നു. എല്ലാവരും ചില ആൾക്കാർ പറയുന്നുണ്ട് എപ്പോഴും എന്തിനാ എൻ്റെ വായിൽ അറിയാതെ വന്നു പോകുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു ഗാർലിക്കിനും ജിങ്കറിനും വേണ്ടിയിട്ട് ഞാൻ അങ്ങ് രണ്ടെണ്ണത്തിന് ആ പേരിന് പകരം ഞാൻ ഇതെന്നങ്ങ് പറയാം. ജിങ്കർ ഗാർലിക്കും കൂടെ നന്നായി ഒരു ഇതാകണം, സോഫ്റ്റ് ആകുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇടാം. ഇതൊന്നും അധികം ഒന്നും ഇതാകണ്ട, മൂക്കും ഒന്നും വേണ്ട. അതിന് എല്ലാവരും ഒരു പറയുന്നുണ്ട് ഇല്ല, എനിക്ക് വന്നു പോകുന്നതാണ്, സോറി, ഞാൻ ഇനി അത് ട്രൈ ചെയ്യാം, വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം. എനിക്കിത് പെട്ടെന്ന് എന്ത് പറയണം എന്നൊക്കെ പെട്ടെന്ന് അങ്ങ് ചിന്തിച്ചു പോകുമ്പോൾ അങ്ങനെ വരുന്ന. അപ്പം ഞാൻ ഇതുപോലെ ഒരാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം. അപ്പോൾ ആ ചേട്ടനോട്, ആ ഒരു ചേട്ടനാണ്, എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു ജസ്റ്റ് ഒരു അവിയലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടാം, ചേട്ടനൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അന്നേരം പറഞ്ഞു പറഞ്ഞപ്പോൾ ചേട്ടൻ ഇത് ചേർക്കണം, അടുത്തതിൽ ഇതേണ്ട ഇത് ചേർക്കണം. അപ്പം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിൽക്കേ ഇതെന്നുള്ള വാക്ക് ആ ചേട്ടൻ എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചേട്ടനെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പം നമ്മുടെ വായിന്ന് അറിയാതെ വരുന്ന കാര്യം. അപ്പം ചേട്ടൻ സമ്മതിക്കുകയും ചെയ്യും, ശരിയാണല്ലോടി എന്ന്. അപ്പം ഞാനിനി മാറ്റാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പോയിട്ടെ എൻ്റെ ക്യാപ്സിക്കം ഇപ്പം പോയേനെ. എല്ലാം തിരക്ക് പിടിച്ച് അടുക്കളയല്ലേ, പലതും. ഇച്ചിരി ഉപ്പ് ശകലം മതി. നമ്മൾ ചിക്കനും ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പറയും പെട്ടെന്ന് നീ അങ്ങനെ നിനക്ക് ഇങ്ങനെ ചെയ്യെല്ലാം ഒന്ന് ഇതാകും, ഓരോരുത്തർ ചെയ്യുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് മറ്റൊരാളുടെ കണ്ടുപിടിക്കാൻ അറിയത്തില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ശൈലിയിൽ ഞാൻ പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു, ഒരു ഇതിന് ഞാനൊന്ന് പറഞ്ഞു. അല്പം പച്ചമുളക് എനിക്കിഷ്ടമായി പറഞ്ഞത്, കാരണം പറയുമ്പോൾ നമ്മളത് നിർത്തുമല്ലോ. അടുത്ത ക്യാപ്സിക്കം. ഇനി കളറുള്ള ഇടും, 2 തരത്തിലുണ്ട്. കളറുള്ളതുകൊണ്ട് ഞാൻ കളർ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെഡ് ചില്ലിയുടെ ഈ പച്ചമുളക് ഇട്ടിരിക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട്. അല്ല, പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കൊരു സ്വല്പം ഞാൻ പറഞ്ഞില്ലേ മഞ്ഞപ്പൊടി ഞാൻ ചേർക്കത്തില്ല, എന്നാലും ഒരു സ്വല്പം ചേർക്കുന്നവരുണ്ട് കേട്ടോ, ശകലം ഒരു ഇതിന്. അപ്പോൾ നമുക്ക് ഇച്ചിരി നാരങ്ങാനീര് ഇതിന് ബെസ്റ്റാണ്. ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നുള്ളൂ. ഇതെല്ലാം നല്ല ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ചെയ്യരുത്, നല്ല ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. കാരണം ഒത്തിരി നമ്മൾ ഷാലോ ഫ്രൈ പോലെ ഇത് ആകാവും. കാരണം ഉള്ളി ഒരുപാട് മൂക്കുകയൊന്നും ചെയ്യില്ല, ആ രീതിയിൽ വേണം. ഓക്കെ, അപ്പം ഇത് ഒന്ന് നല്ല ഇതിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കൻ്റെ ഒരളവ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇത് ഒരു അരയുമല്ല മുക്കാലുമല്ല, അത്രയുള്ള ഒരു രീതിയിൽ ഞാൻ എടുത്തിരിക്കുകയാണ്. ഒരു ഏകദേശം ഒരു 650 അത്രയൊക്കെ കാണും ആ ചിക്കന്, അത്രയേ ഉള്ളൂ ചിക്കന്. അപ്പം അതിന് വേണ്ടതൊക്കെ ഞാൻ ഇത്രയും ചെയ്ത് വെച്ചേക്കുന്നു. അപ്പം നമുക്ക് അടുത്തത് നമുക്ക് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂണും അല്ല, ടീസ്പൂണും അല്ല, അല്ലാത്ത ഒരു സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ചില്ലി സോസ് ഒത്തിരി ഇട്ടാലും എരിവ് വരുമല്ലോ. അപ്പം ചില്ലി സോസ് കുറച്ച് ഒരു 3 സ്പൂണ് ചേർത്തിട്ടുണ്ട്.
എരിവിടെ കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ഒന്നും ചേർക്കാത്ത. നമ്മുടെ അടുത്ത സോസ് എന്ന് പറഞ്ഞാൽ സോയാ സോസ്. സോയാ സോസ് നമ്മൾ ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ഒരു 2 സ്പൂൺ അത്രയും മതി. ഒരുപാട് ചേർത്താലും ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത് അല്ലാത്ത സോസ്, കുട്ടികൾ കഴിക്കുന്ന സോസ്, അതൊരു 2 3 വേണമെങ്കിൽ ചേർക്കാം. ഞാനൊരു 2-2.25 സ്പൂണ് ചേർക്കുന്നുള്ളൂ, കുറച്ച് മധുരത്തിനും എല്ലാത്തിനും കൂടെ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് നല്ലവണ്ണം ചേർക്കണം. കുരുമുളകാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ കേട്ടോ. അപ്പോൾ അത് അത്രയായി. അപ്പം നമുക്കിതൊന്ന് നല്ല ഫ്ലെയിമിൽ വേണം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ കളറ് മാറി വരുന്ന കണ്ടില്ലേ. സോയാ സോസ് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു റെഡിഷും അല്ല ബ്ലാക്കും അല്ല എന്നുള്ളൊരു കളറായി. കണ്ടില്ലേ, കുറച്ച് നല്ല ക്യാപ്സിക്കം റെഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല ഇത് കണ്ടേ. അതിന് ഞാൻ റെഡ് ചില്ലി കുറച്ച് ഉണ്ടായിരുന്ന എടുത്ത് ആ കളറാക്കി അങ്ങ് വെച്ചത്. അപ്പോൾ ഇത് നല്ലോണം ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആവുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം. നമ്മൾ കലക്കി വെച്ച ഇതുണ്ട് കോൺഫ്ലവർ, അത് കുറച്ചൊന്ന് ചേർക്കാവേ. ഒരു തിക്നെസ് വരാനും എല്ലാത്തിനും നല്ലതാണ്. ഒരിച്ചിരി ഗ്രേവി ആയിട്ടിരിക്കുകയും ചെയ്യും. ഞാൻ എടുത്തില്ലേ, ആ അളവിനാണ് ഈ കലക്കി വെച്ചത്. കുറച്ച് മതി, എല്ലാം ചേർക്കണമെന്നില്ല. നമുക്ക് ഒരു ഇത് ഞാൻ ചേർക്കുന്നതാണ്. ഇങ്ങനെ ഇരുന്നോട്ടെ, അത്രയും സ്പൂണിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ അതവിടെ കഴുകാനിട്ടേക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. കണ്ടോ, തിക്നെസ് വരുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമ്മുടെ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ കളറ് നല്ലൊരു കളറായത്. ഇതിനകത്ത് ഇനി നമ്മൾ അല്പം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇടുക. ഇതാ, ഇത് നല്ലോണം വരട്ടിയെടുക്കുക. ഇനി നമ്മൾ സിമ്മിലിട്ട് ചെയ്താൽ മതി. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഷാലോ ഫ്രൈ ആണെങ്കിലും ചിക്കൻ വെന്തിട്ടുണ്ട്, അത് മതി. ഒരുപാട് ഇതായിട്ടൊന്നും ഇതാകണ്ട. കണ്ടോ, ഇപ്പോഴും ഞാൻ ഇതാകണ്ട, ഒരുപാട് വേണ്ട. നമുക്കപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കനും റെഡിയായി. നമുക്ക് ഇത് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാലൻസ് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി ഒരു ചെറിയ പിഞ്ച് പഞ്ചസാര, ഒരു ചെറിയ പിഞ്ച്. ഓക്കെ, വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയില ചേർക്കാം. നമുക്ക് ഇത് ഉള്ളിത്തണ്ടില്ലേ, അതില്ല. സ്പ്രിംഗ് ഓണിയൻ്റെ ഒരു കാര്യം ഇതിവിടെ ഇല്ല. അപ്പം ഞാനൊരു സ്വല്പം മല്ലിയില ചേർക്കാം. മല്ലിയില ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയതാ. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില തൂക്കാം. അപ്പോൾ ഒരു ഗാർണിഷ് ആകും അല്ലേ, ഒരു ടേസ്റ്റും ആകും. സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തതുകൊണ്ട് ഞാനിത് ഓപ്ഷനിലാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യണം നിങ്ങളെല്ലാവരും. പിന്നെ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ബെൽ ബട്ടണും ഒരു സബ്സ്ക്രൈബറും കൂടെ തന്നു കഴിയുമ്പോൾ, സബ്സ്ക്രൈബ് തന്നിട്ട് ഒരു ബെൽ ബട്ടണും കൂടെ ചെയ്ത് കഴിയുമ്പോൾ അത് എനിക്കൊരു സന്തോഷമാകും. അപ്പം എൻ്റെ ചില്ലി ചിക്കൻ റെഡിയായി. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഞാനൊരു ബൗളിലാക്കട്ടെ.
അപ്പോൾ ഞാനിത് ബൗളിലാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, ഇപ്പം ചെയ്യുവാണ്. കയ്യിലിട്ടായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, ചൂട് ചൂട്. അപ്പം നമുക്ക് ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൊറോട്ട മാതിരി ഉണ്ടാക്കാം. പൊറോട്ട ഇതാ ഇത്രയും മതി. നമ്മൾ ഓരോ സൈസ് പൊറോട്ട, ചെറിയ പൊറോട്ട മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പരത്തി നമുക്ക് അപ്പോൾ നമുക്കിത് പരത്താവേ. ഇത് നോർത്ത് ഇന്ത്യൻ പൊറോട്ട, നമ്മുടെ കേരള പൊറോട്ടയല്ല, നോർത്ത് ഇന്ത്യൻ പൊറോട്ടയാണ്. അപ്പം നമുക്ക് കുറച്ച് ഗീ ഇടാം. അപ്പം നമ്മളിത് ഇങ്ങനെ മടക്കുന്ന ഒരു ഇതുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ, ഞാൻ താഴെ വെച്ചിട്ടാണ് ഇപ്പം ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ വീണ്ടും പരത്തണം. അതാണ് നോർത്ത് ഇന്ത്യയിലെ പൊറോട്ടയാണിത്. അപ്പോൾ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കിതറിയാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം അത് ഞാനൊന്ന് ട്രൈ ചെയ്ത്. പൊറോട്ടയും ചില്ലി ചിക്കനും വേണമെന്നല്ലേ പറഞ്ഞാൽ, അപ്പോൾ നോക്കുക. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെക്കാം. അടുപ്പ് ഞാൻ നേരത്തെ കത്തിച്ചിട്ടുണ്ട്, അതൊന്നാവട്ടെ. അടുത്തത് ഇതുപോലെ ചെറിയ ഉരുള മതി, ഒരുപാട് വലിയ ഉരുളയൊന്നും വേണ്ട. നമുക്കിത് നന്നായിട്ട് ഉരുട്ടി നമുക്കിനി വേറെ സൈസും ഇതായിട്ടും പരത്താവേ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുക. എനിക്ക് ചപ്പാത്തി ഇടാനൊക്കെ എളുപ്പമാണ്. ഒരു കൈയൊക്കെ മതി. ചപ്പാത്തി ഇടുകയും ഉണ്ടാക്കുകയും ചെയ്യും ഞാൻ. അപ്പോൾ നമുക്ക് അടുത്ത നെയ്യ് ഇതിനകത്തോട്ട് വരട്ടാം. ഇനി നമ്മൾ ചെയ്യുന്ന കോണോട് കോണ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഈ ഷേപ്പാക്കും. ഈ ഷേപ്പാക്കും കണ്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് നമുക്കായി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇതാകണം. അപ്പം നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് കുറച്ചൊന്ന് മതി, ഒരുപാട് തേക്കണ്ട. നമ്മുടെ പൊറോട്ട, നോർത്ത് ഇന്ത്യൻ പൊറോട്ട ഇതായി വരട്ടെ. അപ്പോഴത്തേനും നമുക്കിത് പരത്താം. ഇതിൻ്റെ ഷേപ്പ് വേറെ. ഞാനിങ്ങനെയാണ് മാറി മാറി ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ. രണ്ട് പൊറോട്ട ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മുടെ പൊറോട്ട ഒരെണ്ണം ഉണ്ടായി. അടുത്ത ഷേപ്പിലെയാണ് ഇത്. അപ്പോൾ അതൊന്നാവട്ടെ. വീണ്ടും നമുക്ക് ആദ്യത്തെ ഷേപ്പിലാക്കാം. സ്ക്വയർ ആകുമ്പോൾ എളുപ്പമാകുമല്ലോ. ഇതും ആകും, ഞാനൊന്ന് ഷേപ്പ് മാറ്റിയെന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് ആട്ട ഒരു 10 മിനിറ്റ് നേരത്തെ ഇതാക്കി വെച്ചാൽ മതി. നമ്മൾ കുഴച്ച് വെച്ചാൽ മതി. ഇനി നെയ്യ് ചേർക്കണമെന്നില്ല. നെയ്യ് ഇനി ഇതിനകത്ത് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്ന് തൂത്താൽ മതി. ഇത് രണ്ടായിട്ട് മടക്കുന്നു, ഇത് മടക്കുന്നു, നാലായിട്ട് മടക്കുന്നു. അപ്പം നമുക്കിനി ഇതിനകത്ത് നെയ്യ് ചേർക്കാം. കണ്ടില്ലേ, എനിക്കിത് എളുപ്പമാണ് ചെയ്യാൻ. ചിലർക്ക് എല്ലാം പരത്തി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എളുപ്പം ചെയ്യുമല്ല. നല്ലപോലെ പൊള്ളിയും വരുന്നുണ്ട് കേട്ടോ, പൊള്ളി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നാവട്ടെ.
ഇത് നമുക്കൊന്ന് വരുത്താം. ഇച്ചിരി സ്പീഡ് എടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ സിമ്മിൽ വെച്ചുകൊണ്ട് സ്പീഡ് എടുക്കാം. അപ്പോൾ പെട്ടെന്നാകും. പരത്തുന്നത് സ്പീഡായാൽ മതി, വേറെ ഒന്നുമില്ല. പരത്താനൊക്കെ എക്സ്പേർട്ടാണ് ഞാൻ. ഇതാ കണ്ടില്ലേ? അപ്പം നമ്മുടെ ഇങ്ങനെ ഞാൻ ഓരോന്നും ചുട്ടെടുക്കും. ഇതാ അടുത്തതുമായി. അടുത്ത വേറെ ഷേപ്പ്. സോറി, അടുത്ത വേറെ ഷേപ്പ്. ഇനി അടുത്ത അങ്ങോട്ടിടാം. അപ്പം എൻ്റെ പൊറോട്ട അടുത്തതായി. കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ. അപ്പോൾ 4 എണ്ണം ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ള. ഇതാ അടുത്ത പൊറോട്ട അടുത്ത റെഡിയായി. ഇങ്ങനെ ഓരോ ഉരുളെടുക്കുക. ചപ്പാത്തി നല്ലതല്ലേ? അപ്പം അങ്ങനെ ഓരോന്നും ചെയ്യാം. അടുത്ത ഞാൻ ഇനി അതൊന്ന് ഞാൻ പ്ലേറ്റിലെടുക്കട്ടെ. നേരെയാക്കാൻ പോയതാണ്. അപ്പോൾ എൻ്റെ ചില്ലി ചിക്കനും പൊറോട്ടയും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണേ. എൻ്റെ മോൾക്ക് ഉണ്ടാക്കിയതാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പൊറോട്ടയും ചിക്കനും നോർത്ത് ഇന്ത്യൻ പൊറോട്ടയും ചിക്കനുമാണ്. ഓക്കെ, ബായ്. എന്നാ നമ്മൾ പോയി കഴിച്ചോ. കഴിച്ചു.